ഹായ് വെൽക്കം ബാക്ക് ടു അബിസുഷൻ. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാതിരിക്കാനുള്ള പല വീഡിയോകളും ഞാൻ ഇവിടുന്ന് മുൻപ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടല്ലേ. നമ്മുടെ മെയിൽ ID ആണെങ്കിലും നമ്മുടെ യൂട്യൂബ് ആണെങ്കിലും നമ്മുടെ വാട്സ്ആപ്പ് ആണെങ്കിലും ഒക്കെ ഹാക്ക് ചെയ്യപ്പെട്ട് പോയി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിന് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സെറ്റിംഗ്സ് ഉണ്ട്. ചെറിയൊരു സെറ്റിംഗ്സ് ആണ്, പക്ഷെ അത് വളരെ യൂസ്ഫുൾ ആണ്. അപ്പൊ നമുക്ക് ആ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്കുക. എനേബിൾ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പൊ തന്നെ എനേബിൾ ചെയ്യുക. അത് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം യൂസ്ഫുൾ ആണ്. കാരണം ആരെങ്കിലും നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇന്റിമേഷൻ ആയിട്ട് നമുക്കൊരു മെസ്സേജ് അതിൽ നമുക്ക് വരും. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഈ പറഞ്ഞിരുന്ന സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ, പിന്നെ ഫുൾ ഇൻഫർമേഷൻ എല്ലാവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടി മറന്നു പോകരുത്. നമ്മുടെ മൊബൈല് ഹാക്ക് ചെയ്യുന്നത് നമുക്ക് വളരെ പേടിയുള്ള ഒരു കാര്യമാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ജിമെയിൽ ആണെങ്കിലും അല്ലെങ്കിൽ ഗൂഗിൾ ആണെങ്കിലും നമ്മുടെ പല ആപ്ലിക്കേഷൻസും ഫോൺ മൊത്തത്തിൽ ഹാക്ക് ആയി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മുടെ ഗൂഗിളിന് നമ്മൾ അത് അറിയിക്കാൻ വേണ്ടി, ആരെങ്കിലും ഹാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സെറ്റിംഗ്സ് ഉണ്ട്. അത് നമ്മുടെ സെറ്റിംഗ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും താഴെ നമുക്ക് ഗൂഗിൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. വളരെ ചെറിയൊരു സെറ്റിംഗ്സ് ആണ്, എല്ലാവരും ചെയ്തു വെക്കുക. നമുക്ക് ഏത് മെയിൽ ID ആണോ അത് മുകളിൽ കാണിക്കും. ഇവിടെ താഴെ വന്നു കഴിഞ്ഞാൽ ഓൾ സർവീസസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ആ ഓൾ സർവീസസിൽ നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഫോൺ നമ്പർ വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മൾ ഫോൺ നമ്പർ നമുക്ക് ഇതിൽ വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹാക്കിംഗ് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ ഗൂഗിള് നമ്മളെ അറിയിക്കുന്നത് അത് വഴിയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ ഫോൺ വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കുക. ഇവിടെ നമുക്ക് താഴേക്ക് വന്ന ഇവിടെ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വെരിഫൈ ഫോൺ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മളൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അത് വെരിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ മെയിൽ ID ആരെങ്കിലും ഹാക്ക് ചെയ്യുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇനാക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഉടൻ തന്നെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫോൺ നമ്പറിലേക്കാണ് അവർ SMS ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ട് നമുക്ക് വാർണിംഗ് ആയിട്ട് നമുക്ക് അയക്കുക. പ്രത്യേകിച്ച് 2 സ്റ്റെപ്പ് വെരിഫിക്കേഷനുള്ള കാര്യങ്ങളിലൊക്കെ വരുന്ന സമയത്ത് ചില നമ്പറുകളായിട്ട് നമുക്ക് അയക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഈ പറഞ്ഞിരിക്കുന്ന ഫോൺ നമ്പറിന്റെ ഈ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്ത് വെക്കണം. നിങ്ങൾ എല്ലാവരും ഫോണിൽ ഒന്ന് അത് ഓൺ ആണോ എന്നുള്ളത് നോക്കി നോക്കുക.